നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വന്തം IPL ഇങ്ങ് എത്തിക്കഴിഞ്ഞു. ഓരോ ടീമുകളെയും ആരാധകർ തലനാരിഴകീറി പരിശോധിക്കുന്നൊരു സമയമാണ്. നമ്മൾ ഓരോ ടീമിനെ കുറിച്ചുള്ള അനാലിസിസ് നടത്തി ഇപ്പോൾ 8ാമത്തെ എപ്പിസോഡിൽ എത്തിക്കഴിഞ്ഞു. ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ഗുജറാത്ത് ടൈറ്റൻസിനെ കുറിച്ചാണ്. ഈ വീഡിയോ സീരീസിൽ നമ്മൾ സംസാരിക്കുന്നത് പ്രധാനമായും പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ ESPN ക്രിക്കിൻഫോയും അതുപോലെ ക്രിക്ക് ബസും വിസ്ഡനും ഒക്കെ നൽകുന്ന വിവരങ്ങൾ അതൊക്കെ നമ്മൾ റെഫർ ചെയ്ത് പിന്നെ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്തിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും ഈ കാര്യങ്ങളിലൊക്കെ. അത് നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ നോക്കുക, കഴിഞ്ഞ തവണ അവരുടെ നായകൻ ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിലേക്ക് കൂടുമാറി ശുഭ്മൻ ഗില്ലിനെ ക്യാപ്റ്റനാക്കിയിട്ടാണ് അവർ കളിച്ചത്. അവർ 8ാം സ്ഥാനത്താണ് കഴിഞ്ഞ തവണ ലീഗിൽ ഫിനിഷ് ചെയ്യുന്നത്. 5 വിജയങ്ങളും 7 തോൽവികളും, 2 മത്സരങ്ങൾ വാഷ്ഡ് ഔട്ടായി. ഇതാണ് കഴിഞ്ഞ തവണത്തെ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ സ്ഥിതി. ശുഭ്മൻ ഗില്ലിനെ അവർ ടീമിൻ്റെ ഐക്കണായിട്ട് മാറ്റുന്നു. നീണ്ട കാലത്തേക്ക് അദ്ദേഹത്തെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് അവർ കരുതുന്നത്. അതിനനുസരിച്ചാണ് അവരുടെ എല്ലാ കരുക്കൾ നീക്കലും. ഇത്തവണ മികച്ചൊരു ടീമിനെ അവർ അസംബിൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഗൺ പേസ് ബൗളേഴ്സ് അവർക്കുണ്ട്. ജോസ് ബട്ട്ലറെ പോലെയുള്ള ഒരാളെ കൊണ്ടുവന്ന് ബാറ്റിങ്ങിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും മിഡിൽ ഓർഡറിലും ലോവർ മിഡിൽ ഓർഡറിലും അത്ര ശക്തിയുണ്ടോ ഈ ബാറ്റിങ്ങിന് എന്നുള്ള ചോദ്യവും അവിടെ നിഴലിക്കുന്നു. നമ്മൾ വിശദമായിട്ട് പോയാൽ ഇത്തവണ അവരുടെ ബൗളിംഗ് ഒന്ന് നോക്കുക. മുഹമ്മദ് സിറാജിനെ അവർ കൊണ്ടുവന്നു. മുഹമ്മദ് സിറാജിന് 12.25 കോടി കൊടുത്താണ് കൊണ്ടുവന്നത്. കാഗിസോ റബാദ 10.75 കോടി കൊടുത്താണ് കൊണ്ടുവന്നത്. പ്രസിദ്ധ് കൃഷ്ണ 9.5 കോടി. സോ പേസ് ബൗളിങ്ങിൽ അവർ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗൺ പേസ് ബൗളേഴ്സ് അവർക്കുണ്ട്. കഴിഞ്ഞില്ല, വീണ്ടും പേസ് ബൗളിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ജെറാൾ കോട്സി, ഇഷാന്ത് ശർമ്മ, ഗുർനൂർ ബ്രാൾ, പിന്നെ ലെഫ്റ്റ് ആമേഴ്സ് കുൽവന്ത് കജ്രോളിയ, അർഷദ് ഖാൻ. മികച്ച ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ ഉണ്ടാക്കുന്നതിൽ ഒരർത്ഥത്തിൽ വിജയിച്ചിട്ടുണ്ട്. ദെൻ ബാറ്റിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജോസ് ബട്ട്ലറുടെ വരവ് അവർക്ക് വലിയ ശക്തി പകരും. ശുഭ്മൻ ഗില്ലിനോടൊപ്പം ജോസ് ബട്ട്ലർ ഓപ്പൺ ചെയ്യും. 15.75 കോടി കൊടുത്തിട്ടാണ് ജോസ് ബട്ട്ലറെ കൊണ്ടുവരുന്നത്. എന്ന് പറയുമ്പോൾ ജോസേട്ടൻ കഴിഞ്ഞ സീസണുകളിലൊക്കെ രാജസ്ഥാൻ റോയൽസിൻ്റെ പ്രധാനപ്പെട്ട താരമായിരുന്നു. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ 2022 IPL 863 റൺസാണ് അദ്ദേഹം അടിച്ചത്. പക്ഷേ അതിന് ശേഷമുള്ള സീസണുകളിൽ അദ്ദേഹം 400-ന് മുകളിലേക്ക് കടക്കാനും ബുദ്ധിമുട്ടി. എന്നാൽ പോലും കഴിഞ്ഞ തവണത്തെ അദ്ദേഹത്തിൻ്റെ ഒരു സെഞ്ചുറി ഉണ്ടായിരുന്നു KKRനെതിരെ. അത് വൺ ഓഫ് ദി ഐക്കോണിക് ഇന്നിങ്സ് ആയിരുന്നു. അതായത് സിംഗിൾ ഹാൻഡഡ്ലി കളി തൻ്റെ ടീമിന് അനുകൂലമായി കൊണ്ടുപോകാൻ കെൽപ്പുള്ളയാളാണ് ജോസ് ബട്ട്ലർ. സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ടീം അത്ര മികച്ച ഫോമിലല്ല. ഇന്ത്യയിൽ വന്നപ്പോഴും അത്ര മികവിലല്ല. പക്ഷേ ഇന്ത്യയിൽ വന്നപ്പോൾ അവരുടെ ഇംഗ്ലീഷ് ടീമിൻ്റെ ടോപ്പ് സ്കോറർ T20 ജോസ് ബട്ട്ലർ തന്നെയായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും IPL കളിച്ച് പരിചയമുണ്ട്. നന്നായിട്ട് റണ്ണൊഴുക്കി പരിചയമുണ്ട്. സെഞ്ചുറികൾ വാരിക്കൂട്ടി പരിചയമുണ്ട്. അത് ഇത്തവണ ഗുജറാത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കും. എന്നാൽ മറ്റു വിഷയങ്ങൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇപ്പം ഓപ്പണർമാരായിട്ട് ശുഭ്മൻ ഗില്ലും ജോസ് ബട്ട്ലറും വന്നാൽ പിന്നെ സായി സുദർശനെ നമ്മൾ നമ്പർ 3 പ്രതീക്ഷിക്കുന്നു. അവരുടെ കഴിഞ്ഞ സീസണിലൊക്കെ ടോപ്പ് സ്കോറർ. സ്പോർട്സ് എർണിയ സർജറിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ ഫിറ്റാണ്. ഏതായാലും അദ്ദേഹത്തിൽ നിന്ന് മികച്ച പ്രകടനം വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ആരാണ്? ഗ്ലെൻ ഫിലിപ്സ് അവരുടെ ടീമിലുണ്ട്. അല്ലെങ്കിൽ ഷർഫൻ റുദർഫോർഡ്, രണ്ടാലൊരാളെ ആയിരിക്കും അവർ കളിപ്പിക്കുക. ഗ്ലെൻ ഫിലിപ്സിൻ്റെ യൂട്ടിലിറ്റിയെക്കുറിച്ച് ഞാനിനി പറയേണ്ടതില്ലല്ലോ. ഒരു ടീമിന് എത്രത്തോളം ഉപകാരപ്പെടുമെന്നുള്ളത്. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും പിന്നെ ഫീൽഡ് കൊണ്ട് പറക്കും കിവിയാണ് അദ്ദേഹം. സാധാരണ കിവികൾ പറക്കാറില്ല, പക്ഷേ ഈ കിവി പറക്കും. അങ്ങനെയുള്ള ഫീൽഡറാണ് അദ്ദേഹം. തടഞ്ഞിടുന്ന റൺസും അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിതമായ ക്യാച്ചുകളുമൊക്കെ ടീമിനെ എന്തായാലും നല്ല രൂപത്തിൽ സഹായിക്കും. പിന്നെ വാഷിംഗ്ടൺ സുന്ദർ അവിടെയുണ്ട്. അദ്ദേഹമായിരിക്കാം ഒരു പക്ഷേ നമ്പർ 5. രാഹുൽ തേവാറ്റിയെ നമ്മൾ നമ്പർ 6 പ്രതീക്ഷിക്കുന്നു. ഫിനിഷർ റോളിൽ ഒരു പക്ഷേ രാഹുൽ തേവാറ്റിയ. ദെൻ ഷാറുഖ് ഖാൻ. ഷാറുഖ് ഖാൻ്റെ ഒരു ഹൈപ്പിനനുസരിച്ചുള്ള പ്രകടനം കഴിഞ്ഞ സീസണിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതുവരെ ചെയ്തതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിലാണ് അവരുടെ ലോവർ മിഡിൽ ഓർഡറിൽ കൂടുതൽ മികവ് വരികയുള്ളൂ. പിന്നെ റാഷിദ് ഖാൻ ഓൾറെഡി അവിടെയുണ്ട്. റാഷിദ് ഖാൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ഇനി പറയേണ്ടതില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ ബാറ്റ് കൊണ്ടും മിന്നിക്കത്തി കളിക്കാൻ പറ്റും. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്പിൻ ബോളിങ് അവരുടെ ടീമിൻ്റെ ഒരു പ്രധാന ശക്തിയാണ്. ഒപ്പം തന്നെ സായി കിഷോറിനെ പ്രതീക്ഷിക്കുന്നു. കാഗിസോ റബാദയും മുഹമ്മദ് സിറാജും പേസ് ബോളിങ്ങിന്. പ്രസിദ്ധ് കൃഷ്ണ ഒരു പക്ഷേ ഈ പറയുന്ന പോലെ ഇമ്പാക്റ്റ് സബിൻ്റെ റോളിൽ ഇറങ്ങും എന്ന് കരുതാം.
ബൗൾ ചെയ്യുകയാണെങ്കിൽ എന്തായാലും പ്രസിദ്ധ് കൃഷ്ണ ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യ ലെവലിൽ ഇല്ലാതെ ബൗൾ ചെയ്യാൻ വേണ്ടി അദ്ദേഹം വരുന്ന സ്ഥിതി ഉണ്ടാവാം. അപ്പോൾ ഇത് ഏതായാലും എല്ലാ കളിയിലും ഇങ്ങനെയാണെന്നല്ല, ഇങ്ങനെ ഓരോ കളിയുടെ സ്വഭാവം അനുസരിച്ച് ഇമ്പാക്റ്റ് സബിനെ അവർ ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇത് നോക്കുക, മികച്ചൊരു 11 തന്നെയാണ്. ഗില്ലും ബട്ട്ലറും ചേർന്ന് ഒരു കിടിലൻ തുടക്കം കൊടുക്കുകയും സായി സുദർശൻ അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ട് ഗ്ലെൻ ഫിലിപ്സും അല്ലെങ്കിൽ ഷർഫൻ റുദർഫോർഡ് ആവട്ടെ മികച്ച രൂപത്തിൽ കാര്യങ്ങളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി രാഹുൽ തവാട്ടിയും ഷാരൂഖ് ഖാനൊക്കെ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ ഒരു കിടിലൻ സ്കോറിലേക്ക് പോകാം. അതനുസരിച്ചുള്ള ബൗളിങ്ങും ഉണ്ട്. കാഗിസോ റബാദയും മുഹമ്മദ് സിറാജും പ്രസിദ്ധ് കൃഷ്ണയും റാഷിദ് ഖാനും. അപ്പോൾ അവിടെ ഇവിടെ ലോവർ ഓർഡറിലും മിഡിൽ ഓർഡറിലും ഒക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ പോലും മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു 11 ഉണ്ട് എന്ന് തന്നെ പറയാം. ഇനി ഫുൾ സ്ക്വാഡ് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഗുജറാത്തിൻ്റെ ബാറ്റർമാരായിട്ടുള്ളത് ശുഭ്മൻ ഗില്ല്, ജോസ് ബട്ട്ലർ, ഷർഫൻ റുദർഫോർഡ്, ഷാരൂഖ് ഖാൻ, അനൂജ് റാവത്ത്, കുമാർ കുഷാഗ്ര, സായി സുദർശൻ. സോ അനൂജ് റാവത്തിനും കുമാർ കുഷാഗ്രയ്ക്കുമൊക്കെ അവസരം കിട്ടിയാൽ അവരുടെ പ്രതിഭ എല്ലാവർക്കും അറിയാം. അവരത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ GT തീർച്ചയായിട്ടും അതിൽ നിന്ന് വലിയ രൂപത്തിൽ ഗുണമുണ്ടാക്കും. ഇനി അവരുടെ ഓൾറൗണ്ടേഴ്സ് നോക്കുക. കരീം ജന്നത്ത്, ഗ്ലെൻ ഫിലിപ്സ്, നിഷാന്ത് സിന്ധു, രാഹുൽ തെവാട്ടിയ, മഹിപാൽ ലോംറോർ, റാഷിദ് ഖാൻ, മനവ് സുതാർ, വാഷിംഗ്ടൺ സുന്ദർ. ബൗളിംഗ് അർഷദ് ഖാൻ, ഗുർനൂർ ബ്രാർ, മുഹമ്മദ് സിറാജ്, കാഗിസോ റബാദ, ഇഷാന്ത് ശർമ്മ, ജറാൾ കോട്സി, കുൽവന്ത് കജ്രോളിയ, പ്രസിദ്ധ് കൃഷ്ണ, സായ് കിഷോർ, ജയന്ത് യാദവ്. സോ മികച്ചൊരു സ്ക്വാഡ് തന്നെ അവർക്കുണ്ട്. എന്നതിനോടൊപ്പം തന്നെ മികച്ച ഒരു കോച്ചിങ് സ്റ്റാഫിൻ്റെ ഒരു കൂട്ടം തന്നെ അവർക്കുണ്ട്. ഇപ്പം ആശിഷ് നെഹ്റയാണല്ലോ അവരുടെ പ്രധാനപ്പെട്ട കോച്ച് എന്ന് പറയുന്നത്. പിന്നെ ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ മാത്യു വെയ്ഡ്, അദ്ദേഹം ടിൽ ലാസ്റ്റ് ഇയർ അദ്ദേഹം ടൈറ്റൻസിന് വേണ്ടി കളിച്ചിരുന്നു. അദ്ദേഹം അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് ജോയിൻ ചെയ്തിട്ടുമുണ്ട്. സോ മികച്ച ഒരു സ്ക്വാഡ് തന്നെ GTക്കുണ്ട്. ഇത്തവണ പ്രിൻസ്, ഇന്ത്യൻ ക്രിക്കറ്റിലെ പ്രിൻസ് എന്ന് വിളിക്കപ്പെടുന്ന ശുഭ്മൻ ഗില്ലിൻ്റെ കീഴിൽ അവർ വീണ്ടും കുതിപ്പ് നടത്തുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.